യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ചയിലും നമ്മുടെ തളർച്ചയിലൊക്കെ നമ്മളെ കൂടെ നിൽക്കുന്നവരാട്ടോ. ഞാൻ ഈ അടുത്ത ആക്സിഡന്റ് പറ്റി ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒഴിവ് സമയങ്ങളിൽ നമ്മളൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ, അവരൊക്കെ നമ്മളെ കാണാനും നമ്മളെ വിശേഷങ്ങൾ തിരക്കാനൊക്കെ വരും നമ്മൾ പ്രതീക്ഷിക്കും, സ്വാഭാവികമാണ്. പക്ഷേ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഇവരൊരു അഡ്രസ്സും ഇല്ല കേട്ടോ, ഒരു വാട്സപ്പ് മെസ്സേജ്, ഒരു കോളോ ഡയറക്റ്റ് വന്ന് മീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ അനുഭവിച്ചപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം കേട്ടോ. നമ്മൾ കരുതി വെച്ച പോലെയല്ല കാര്യങ്ങൾ എന്ന് എനിക്ക് അപ്പം മനസ്സിലായിട്ടോ. എന്നാൽ നേരെ തിരിച്ച് അത്ര ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഒന്നുമില്ലാത്ത ആളുകൾ പേഴ്സണലായിട്ട് കാര്യങ്ങൾ തിരക്കിയപ്പം കണ്ണ് നിറഞ്ഞു പോയിട്ടോ. ജീവിതത്തിൽ ഓരോ ഇൻസിഡന്റ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തിരിച്ചറിയാട്ടോ. നമ്മുടെ ബിസിനസ്, അതേപോലെ തന്നെ നമ്മുടെ യാത്രകൾ, നമ്മുടെ സൗഹൃദ വലയങ്ങളൊക്കെ നമുക്ക് പലതും പഠിപ്പിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാം, അതൊക്കെ ഒരു ജീവിത എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടാം. നമുക്ക് നമ്മുടെ സ്വപ്നത്തിലേക്ക് വേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഒരു നാൾ നമ്മളും സക്സസ് ആവും. സ്ട്രീറ്റിൽ നിന്നും മൈമൻ എന്ന് പറഞ്ഞ നമ്മുടെ പെർഫ്യൂം ബ്രാൻഡിനെ വളർച്ച കാണുവാൻ ഫോളോ ചെയ്ത് കൂടെ കൂടുമല്ലോ.